ഹായ് മക്കളെ, നമ്മുടെ 4th ചാപ്റ്റർ 9th സ്റ്റാൻഡേർഡിലെ ഗ്രാവിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഗ്രാവിറ്റേഷൻ. ഹലോ മക്കളെ, അപ്പൊ നമ്മുടെ 4th ചാപ്റ്റർ ആയിട്ടുള്ള ഗ്രാവിറ്റേഷൻ അതിന്റെ സിമ്പിൾ റിവിഷൻ ആണ് ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഗ്രാവിറ്റി എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ്. ഗ്രാവിറ്റി ഈസ് ദി ഫോഴ്സ് ബൈ വിച്ച് എർത്ത് അട്രാക്ട്സ് ഒബ്ജക്ട്സ് ടുവേർഡ്സ് ഇറ്റ്സ് സെന്റർ. ഭൂമി എല്ലാ വസ്തുക്കളെ അതിന്റെ സെന്ററിലോട്ട് ആകർഷിക്കുന്നുണ്ട്. ആ ഒരു ഫോഴ്സിനെയാണ് എന്ത് പറയുന്നത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഒക്കെ അറിയുന്നതാണ്. പിന്നെ ഗ്രാവിറ്റിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ്, എന്തൊക്കെയാണ്? മാസും അതുപോലെ ഡിസ്റ്റൻസ്. മാസ് കൂടുമ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇൻക്രീസ് ചെയ്യും. ഡിസ്റ്റൻസ് കൂടുമ്പോഴും അതുപോലെ എന്താണ് സംഭവിക്കുന്നത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഡിക്രീസ് ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ ഡിസ്റ്റൻസ് കൂടുമ്പോൾ ഫോഴ്സ് ഡിക്രീസ് ചെയ്യും, എന്നാൽ മാസ് കൂടുമ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇൻക്രീസ് ചെയ്യും. അതും പഠിക്കുക. പിന്നെ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണല്ലേ. ഫ്രൂട്ട്സ് ഫാൾ ചെയ്യുന്നത്, സ്റ്റോൺ മേലോട്ട് എറിഞ്ഞാൽ അത് തിരിച്ചു വരുന്നത്, റെയിൻ ഫാൾസ് ടു ദി ഗ്രൗണ്ട്. ദീസ് ആർ ദി എക്സാമ്പിൾസ് ഫോർ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. Then we have to learn universal law of gravitation. Universal law of gravitation എന്താ മക്കൾ? അതിന്റെ ഇമ്പോർട്ടന്റ് ആണ് ഫോർമുല. F is equal to Gm1m2 divided by d square. R സ്ക്വയർ അല്ലെങ്കിൽ d സ്ക്വയർ ആണ്. നമ്മളുടെ ടെക്സ്റ്റിൽ d സ്ക്വയർ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡിസ്റ്റൻസിനെ d വെച്ച് തന്നെ റെപ്രസെന്റ് ചെയ്താൽ മതി. എന്താണ് ഈ ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ? എവരി ഒബ്ജക്റ്റ് ഇൻ യൂണിവേഴ്സ് അട്രാക്ട്സ് എവരി അതർ ഒബ്ജക്റ്റ്. അല്ലെങ്കിൽ എല്ലാ വസ്തുക്കളും, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നു. അതാണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ആൻഡ് വി ഹാവ് ദി ഫോർമുല F is equal to Gm1m2 divided by d square. G എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്. M1 M2 masses of two objects ആണ്. ഓക്കെ, ഡി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദർ സെന്റേഴ്സ്. അപ്പൊ ഇത്രയും കാര്യങ്ങളുള്ളത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഇത്രയേ ഉള്ളൂ. ഫോഴ്സ് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്? പ്രൊഡക്റ്റ് ഓഫ് മാസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇക്വേഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് ഫോഴ്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് എന്താണ്? വിപരീത അനുപാതത്തിൽ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അങ്ങനെ വെച്ചാൽ എന്താ? അതായത് ഡി കൂടുമ്പോൾ എഫ് കുറയും, എഫ് കൂടുമ്പോൾ ഡി കുറയുന്നു. അതാണ് വിപരീത അനുപാതം, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. എന്നാൽ ആനുപാതികം, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ ഒന്ന് കൂടുവാണെങ്കിൽ മറ്റേതും കൂടും. അതേതാണ്? മാസാണ്. പ്രൊഡക്റ്റ് ഓഫ് മാസ് കൂടുവാണെങ്കിൽ എഫും കൂടും, അല്ലെങ്കിൽ എഫ് കൂടുവാണെങ്കിൽ പ്രൊഡക്റ്റ് ഓഫ് മാസ് കൂടും. ആ ഒരു രീതിയിലാണ് ഇത് പറയുന്നത്. ഇതാണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. പിന്നെ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ വാല്യൂ ഒക്കെ എക്സാമിന് നിങ്ങൾക്ക് തരുന്നത് തന്നെയായിരിക്കും. എന്നാലും അഥവാ തന്നില്ലെങ്കിൽ ചോദിക്കുവാണെങ്കിൽ ഇത് ബൈഹാർട്ട് ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. എന്താണ്? 6.67 × 10⁻⁻11. എന്താണ് യൂണിറ്റ്? ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കിലോഗ്രാം സ്ക്വയർ. ഇതാണ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. പിന്നെ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ പ്രത്യേകത എന്താ? ലോകത്ത് എല്ലായിടത്തും G എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അതും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഇതാണ് എക്സാം ഓറിയന്റഡ് ആയിട്ട് എപ്പോഴും വരുന്നത്. ഈ ഒരു പാർട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ എങ്ങനെ വന്നാലും ഇത് ബൈഹാർട്ട് ചെയ്ത് വെക്കുക. അതായത് എന്താണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സസിലുള്ള ചേഞ്ചസ്, എന്തൊക്കെ മാറുമ്പോൾ എങ്ങനെയൊക്കെ മാറുന്നുണ്ടെന്നാണ്. അതായത് മാസ് ഇൻക്രീസ് ചെയ്താൽ ഫോഴ്സ് ഇൻക്രീസ് ചെയ്തു, നമ്മൾ പഠിച്ചു. അതായത് മാസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇൻക്രീസ് ചെയ്യും. ഇനി മാസ് ഡബിൾ ആയാൽ എന്ത് സംഭവിക്കും? ഫോഴ്സും അതുപോലെ തന്നെ 2 times ആവും. എന്താ? 2 times ആവും. ഇനി 1 mass is doubled and other is tripled ആണെങ്കിൽ എന്താണ്? അതായത് ഒരു മാസ് ഡബിൾ ആക്കുന്ന മറ്റേ മാസ് M1 M2 ഉണ്ടല്ലോ, മറ്റേത് ട്രിപ്പിൾ ആക്കുകയാണെങ്കിൽ ഫോഴ്സ് 6 times ആവും. ഇതൊക്കെ ഇക്വേഷനിൽ വരുന്നതാണ്. പറ്റുമെങ്കിൽ ബൈഹാർട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ചെയ്ത് നോക്കിയാലും കിട്ടും. ഇനി ഡിസ്റ്റൻസ് ഡബിൾ ആയാൽ എന്ത് സംഭവിക്കും മക്കളെ? ഫോഴ്സ് എന്ന് പറയുന്നത് 1/4 ആവും. ഫോഴ്സ് എന്ന് പറയുന്നത് 1/4, കാരണം 1/d സ്ക്വയർ എന്ന ഇക്വേഷൻ. അപ്പോൾ അത് എന്താവും? 1/2 സ്ക്വയർ എന്ന് പറയുന്നത് 1/4 ആവും. അങ്ങനെ ഓരോന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്താൽ ഇത് എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ്. ഡിസ്റ്റൻസ് ഹാഫ് ആക്കിയാൽ എന്താവും? ഫോഴ്സ് 4 times ആവും അല്ലെ? ഡിസ്റ്റൻസ് ഹാഫ് ആക്കിയാൽ ഫോഴ്സ് എന്താ മക്കളെ? 4 times ആവും. അതുപോലെ ഡിസ്റ്റൻസ് ക്വാർട്ടേർഡ് ആക്കിയാലോ ഫോഴ്സ് പിന്നെയും അതിന്റെ എന്താണ്? 16 മാറും. 4 ടൈംസിനുള്ളത് എന്തായി മാറും മക്കളെ? 16 എന്നുള്ള രീതിയിലാണ് ആൻസർ വരിക. അപ്പം ഈ ഒരു ഭാഗം അതുപോലെ പഠിച്ചു വെച്ചാൽ എക്സാമിന് ക്വസ്റ്റ്യൻ വന്ന എളുപ്പത്തിൽ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും, മാറിപ്പോകരുത്. പിന്നെ അടുത്തതാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ആൻ ഒബ്ജക്ട് ഡ്യൂ ടു ഗ്രാവിറ്റി. ദാറ്റ് ഈസ് അതാണ് ഗ്രാവിറ്റി കാരണം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആക്സിലറേഷൻ ആണെന്ന് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതിന്റെ സിമ്പിൾ എന്താ? സ്മോൾ ലെറ്റർ G ആണ്. നമ്മൾ എന്താണ് അതിന്റെ അതുമായി ബന്ധപ്പെട്ട ഒരു ലോ പറയുന്നുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ അതിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്. അതേത് ലോയാണ്?
ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ ആണ് F is equal to ma. F is equal to ma. ഇത് പഠിക്കേണ്ടതാണ്, ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് നമ്മൾക്കറിയാം ഇതിനു മുമ്പുള്ള പ്രീവിയസ് ചാപ്റ്ററിൽ ഈക്വേഷൻ വരുന്നുണ്ട്. F is equal to ma. ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ ആണ് F is equal to ma. ഇവിടെ ഗ്രാവിറ്റി ആയതുകൊണ്ട് എക്ക് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയതുകൊണ്ട് എ എന്ന് പറയുന്ന ത്വരണം ആക്സിലറേഷന് പകരം g കൊടുക്കുന്നു. ദെൻ വി വിൽ ഗെറ്റ് ദി ഇക്വേഷൻ. ഈ ഫൈനൽ ഇക്വേഷൻ പഠിച്ചു വെക്കുക. എന്താണ് മക്കളെ? gm/r². g is equal to ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിന്റെ ഇക്വേഷൻ ആണ്. എന്താണ്? gm ഡിവൈഡഡ് ബൈ r². ഇതാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അടുത്തത് മക്കളെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. എന്താണ്? g does not depend on the mass of falling object. ഫാൾ ചെയ്യുന്ന ഒബ്ജക്റ്റിന്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുപോലെ എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ യൂണിറ്റ് m/s² ആണ്. അതുപോലെ അതിന്റെ വാല്യൂ ഭൂമിയിലുള്ള എർത്തിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്രയാണ്? 9.8 m/s² ആണ്. ഇതൊക്കെ പഠിച്ചു വെക്കേണ്ടതാണ്. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് ഉണ്ടാവുക. എന്തുകൊണ്ടാണ് വൈ ഹെവി ആൻഡ് ലൈറ്റ് ഒബ്ജക്ട്സ് ഫാൾ ടുഗദർ? ഇവിടെ നമ്മൾ ഒരു കേസിൽ നമ്മൾ പറയും ഫെദർ ആൻഡ് കോയിൻ എക്സ്പെരിമെന്റിൽ നമ്മൾ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് രണ്ടും ഒരുമിച്ച് ഫാൾ ചെയ്യാനുള്ള കാരണം. നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താണ് അതിന്റെ ആൻസർ ഒക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. എ ഹെവി ബോഡി ആൻഡ് എ ലൈറ്റ് ബോഡി റീച്ച് ദി ഗ്രൗണ്ട് ടുഗദർ ഇൻ വാക്വം. അവിടെ എന്തില്ല മക്കളെ? എയർ ഇല്ല, വാക്വം ആണ്. അപ്പം വാക്വം ആണെങ്കിൽ അവിടെ എന്തില്ല എന്നാണ് പറയുന്നത്? എയർ റെസിസ്റ്റൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ എന്താണ്? സെയിം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിരിക്കും. അപ്പൊ രണ്ടും ഒരേപോലെയാണ് ഫാൾ ചെയ്യുക. അപ്പം അതൊന്നും മറന്നു പോകരുത്. അതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ജിയുടെ വാല്യൂ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നതിന്റെ വാല്യൂ 9.8 m/s² ആണെങ്കിൽ നമുക്കറിയാം എർത്ത് എന്ന് പറയുന്നത് ഒരു കറക്റ്റ് ഒരു സ്ഫിയർ ഒന്നും അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പെർഫെക്റ്റ് സ്ഫിയർ അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ട് റീജിയൻ ഉണ്ടെന്ന് അറിയാം, ഇക്വറ്റോറിയൽ റീജിയനും പോളാർ റീജിയനും എർത്തിന്. അപ്പം അവിടെ രണ്ടടിക്ക് എന്ന് പറഞ്ഞാൽ ഈ ജിയുടെ വാല്യൂയിൽ ചെറിയ വ്യത്യാസം ഉണ്ടാകും. നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? അറ്റ് ഇക്വറ്റോറിയൽ എന്താണ് മക്കളെ? 9.78 m/s², പോളിൽ 9.83 m/s² ആണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് അതിന്റെ കാര്യങ്ങള്. പിന്നെ എവിടെയാണ് ഗ്രാവിറ്റി, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടുതൽ? ഇത് ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? എവിടെയാണ് ഗ്രാവിറ്റി, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടുതൽ? എവിടെയാണ്? പോളിലാണോ ഇക്വേറ്ററിലാണോ? പോൾസിലാണ് എന്തെന്ന് മക്കളെ ജി കൂടുതൽ. എന്താണ്? 9.83 m/s² ആണ്. മിനിമം എവിടെയാണ്? 9.78 m/s² ആണ്. അതെവിടെയാണ്? ഇക്വേറ്ററിലാണ്. എവിടെയാണ്? ഇക്വേറ്ററിൽ. പിന്നെ അങ്ങനെയാണെങ്കിൽ സെന്റർ ഓഫ് ദി എർത്തിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്രയാണ്? 0. ഇതൊക്കെ പഠിച്ചു വെക്കണം. ഇതൊക്കെ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഫാക്ട്സ് ആണ്. ഇതൊക്കെ അറിഞ്ഞിരിക്കണം. എക്സാമിന് എങ്ങനെ വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. ഇത്രയും സമയം നമ്മൾ ഡിസ്കസ് ചെയ്തത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദി എർത്ത് ആണ്. ഇനി അടുത്തത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദി മൂൺ ആണ് മക്കളെ. അപ്പൊ മൂണിലുള്ള ജിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ നോക്കിയാൽ നമുക്ക് 9.8 m/s² ആണ് എർത്തിൽ. എന്നാലും മൂണിൽ എത്രയാ മക്കളെ? 1.62 m/s². എത്ര കുറവല്ലേ? അപ്പം അതിന്റെ ഇമ്പോർട്ടന്റ് റിലേഷൻ എന്ന് പറയുകയാണെങ്കിൽ അതായത് 1/6 മാത്രമാണ് എന്തെന്ന് മൂണില്, എർത്തിന്റെ 1/6 മാത്രമാണ് എന്ത് ജി മൂണിലുള്ളത്. അതായത് വെയിറ്റ് ഓൺ മൂൺ ഈസ് അബൌട്ട് 1/6 ഓഫ് ദി വെയിറ്റ് ഓൺ എർത്ത്. അപ്പം എർത്തിലുള്ള വെയിറ്റിന്റെ 1/6 മാത്രമാണ് എന്തുള്ളത് വെയിറ്റ് മൂണിലുണ്ടാവുന്നത് അല്ലെ. എവിടെയാ കുറവ് കൂടുതൽ? എവിടെയാ കുറവ്? യെസ്, എവിടെയാണ് മക്കളെ? മൂണിലാണ് അല്ലെ. അപ്പൊ അതിന് 1/6 മാത്രമാണ് ഉള്ളത്. ഇനി എന്താണ് മക്കളെ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു മ്യൂച്വൽ ഫോഴ്സ് ആണ്. അതായത് ഇപ്പം എർത്തും മൂണും തമ്മിൽ പരസ്പരം അട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇഫ് എർത്ത് അട്രാക്ട്സ് ദി മൂൺ വിത്ത് എ ഫോഴ്സ് എഫ് ആണെങ്കിൽ അതേ ഫോഴ്സോട് കൂടി തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? മൂണ് എർത്തിനെയും അട്രാക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു മ്യൂച്വൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോഴ്സസ് ഈക്വൽ ആണ്. പക്ഷെ എന്താണ്? ആക്സിലറേഷൻ മേ ബി ഡിഫറെന്റ് ബിക്കോസ് ഓഫ് മാസസ് ആർ ഡിഫറെന്റ്. നമുക്കറിയാം മാസ് മാറുന്നത് കൊണ്ട് തന്നെ അതിലുള്ള ആക്സിലറേഷൻ എന്ന് പറയുന്നതും വ്യത്യസ്തമായിരിക്കും. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ,
അടുത്തത് മക്കളെ മാസും വെയിറ്റും രണ്ടും ഒന്നാണ്. പലപ്പോഴും നമ്മൾ തെറ്റായിട്ട് ഉപയോഗിക്കുന്നതാണ്. മാസും വെയിറ്റും സെയിം ആയിട്ട്, ബട്ട് ബോത്ത് ആർ ഡിഫറെന്റ്. മാസ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റിലുള്ള എമൗണ്ട് ഓഫ് മാറ്റർ ആണ്. എന്നാൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ എൻ ഒബ്ജക്റ്റ് ആണ് എന്താണ് വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വെയിറ്റ് പറയുമ്പോൾ എപ്പോഴും എന്താണ് mg ഗ്രാവിറ്റേഷണൽ വാല്യൂ കൂടി വരും, ഗ്രാവിറ്റിയുടെ വാല്യൂ കൂടി വരും. എന്നാൽ മാസിൽ എന്താണ് മക്കളെ? നമ്മൾ അതിന് ജസ്റ്റ് അതിൽ എത്ര മാറ്റർ ഉണ്ട് എന്ന് മാത്രമാണ് പറയുന്നത്. അപ്പൊ രണ്ടിന്റെയും കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമുക്ക് നോക്കേണ്ടത്. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്, എന്നാൽ വെയിറ്റിന്റെ യൂണിറ്റ് എന്താ മക്കളെ? ന്യൂട്ടൺ ആണ്. വെയിറ്റിന്റെ യൂണിറ്റ് ന്യൂട്ടൺ. മറക്കരുത്, ഇതൊക്കെ എക്സാമിന് ചോദിക്കുന്നതാണ്. പിന്നെ മാസ് നമ്മൾ മെഷർ ചെയ്യുന്നത് കോമൺ ബാലൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മളെ കടയിലൊക്കെ ഉപയോഗിക്കുന്നത്. എന്നാൽ നമ്മൾ വെയിറ്റ് എങ്ങനെയാണ് നോക്കുന്നത് മക്കളെ? സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ചിട്ടാണ്. എന്താണ് സ്പ്രിംഗ് ബാലൻസ്? മാസ് എന്ന് പറയുന്നത് എവിടെയാണേലും കോൺസ്റ്റന്റ് ആയിരിക്കും, പക്ഷെ വെയിറ്റ് ചേഞ്ച് ആവും. കാരണം ഗ്രാവിറ്റി എല്ലായിടയ്ക്കും ഒരുപോലെയാണോ? അല്ല, എർത്തിലുള്ള ഗ്രാവിറ്റി അല്ല മൂണിലുള്ളത്. അപ്പം നമ്മൾ മൂണിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്താണ് വെയിറ്റ് കുറയുന്നതായിട്ട് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ടാണ്. അപ്പം എന്താണ് അതാണ് മനസ്സിലാക്കേണ്ടത്. വെയിറ്റും മാസും തമ്മിലുള്ള വ്യത്യാസമാണത്. ഓക്കെ, അപ്പൊ ഇതിവിടെ ടാബിള് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡിഫറൻസ് ബിറ്റ്വീൻ മാസ് ആൻഡ് വെയിറ്റ് നന്നായി പഠിക്കുക. ഒന്നെന്ന് വെച്ചാൽ എമൗണ്ട് ഓഫ് മാറ്റർ ആണ് മാസ്. വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഫോഴ്സിന്റെ യൂണിറ്റ് നമുക്കറിയാം ന്യൂട്ടൺ ആണ്. എന്നാലും മാറ്റർ, ഒരു എമൗണ്ട് ഓഫ് മാറ്റർ എന്നൊക്കെ പറയുമ്പോൾ അതെന്ന് കിലോഗ്രാമിലായിരിക്കും. എന്നാലും മാസ് എല്ലായിടത്തും കോൺസ്റ്റന്റ് ആണ്, പക്ഷെ വെയിറ്റ് എല്ലായിടത്തും ചേഞ്ചസ് ആകും, കാരണം ജി ഡിഫറെന്റ് ആയതുകൊണ്ട്. പിന്നെ മാസ് നമ്മൾ മെഷർ ചെയ്യാൻ കോമൺ ബാലൻസ് ഉപയോഗിക്കും, വെയിറ്റ് മെഷർ ചെയ്യാൻ സ്പ്രിംഗ് ബാലൻസ്. ഇതോടുകൂടി ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആയി. എന്ത്? ഡിഫറൻസ് ബിറ്റ്വീൻ മാസ് ആൻഡ് വെയിറ്റ് എന്ന് പറയുന്നത്. പിന്നെ കിലോഗ്രാം വെയിറ്റ് എന്ന് പറയുന്നത് 1 കിലോഗ്രാം വെയിറ്റ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ് മക്കളെ? 9.8 ന്യൂട്ടണിന് എന്താണ് ഈക്വൽ ആണ്. 9.8 ന്യൂട്ടണ് എന്താണ് ഈക്വൽ ആണ് കിലോഗ്രാം വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പം 1 കിലോഗ്രാം വെയിറ്റ് ഈസ് ദി ഫോഴ്സ് വിത്ത് വിച്ച് എർത്ത് അട്രാക്ട്സ് എ മാസ് ഓഫ് 1 kg. അതൊന്നും പഠിക്കണമെന്നില്ല, നിങ്ങൾ ജസ്റ്റ് വാല്യൂസ് പഠിച്ചു വെക്കുക. 1 കിലോഗ്രാം വെയിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാ മക്കളെ? 9.8 ന്യൂട്ടൺ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വെയിറ്റ് ഓൺ എർത്ത് മൂന്ന് നോക്കുവാണെങ്കിൽ നമ്മൾ ഒരു എക്സാമ്പിൾ 10 kg മാസ് പറയുകയാണെങ്കിൽ എർത്തിൽ എന്തായിരിക്കും? ഒരാൾക്ക് 10 കിലോ മാസ് ഉണ്ട്. അപ്പം എർത്തിലാണെങ്കിൽ mg 10 × 9.8 വരും, അത് 98 ന്യൂട്ടൺ വരും. എന്നാലും മൂന്നിലോ മക്കളെ 10 × എത്രയാണ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, 1.62 ആണ്. 1/6 മാത്രമാണ് എർത്തിന്റെ 1/6 ആണ് മൂന്നിൽ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അത് അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ 16.2 ന്യൂട്ടൺ ആണ്. അപ്പൊ നമുക്ക് മനസ്സിലായല്ലോ, ഇവിടെ എന്താ മനസ്സിലായത്? മാസ് ഒരുപോലെ ആയിരിക്കും, പക്ഷെ വെയിറ്റ് എന്താണ്? ഡിഫറെന്റ് ആണ്. മാസ് രണ്ടിടയ്ക്കും ഒരുപോലെയാണ്, പക്ഷെ വെയിറ്റ് കണ്ടുപിടിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. 10 kg തന്നെയുള്ളത്. അതായത് എർത്തിലാണെങ്കിലും 10 kg തന്നെ, മൂണിലാണെങ്കിലും 10 kg തന്നെ മാസ്. പക്ഷെ വെയിറ്റ് കണ്ടുപിടിച്ചപ്പോഴെന്ത് സംഭവിച്ചത്? എർത്തിൽ 98 ന്യൂട്ടണും മൂണിൽ എത്രയാണ് നമുക്ക് കിട്ടിയത്? 16.2 ന്യൂട്ടണുമാണ്. അപ്പം ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതേ ഉള്ളൂ. പിന്നെ ഫ്രീ ഫോൾ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഫ്രീ ഫോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? when an object falls only under gravity. ഗ്രാവിറ്റിന്റെ ബേസിൽ നമ്മൾ എന്താണ്? ഗ്രാവിറ്റി കാരണം ഒബ്ജക്റ്റ് ഫാൾ ഡൗൺ ചെയ്യുന്നതിനാണ് പറയുന്നത് ഫ്രീ ഫോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രീ ഫോൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എന്താണ് ഭൂമിയിലെ എല്ലാ വസ്തുക്കളും സെന്ററിലോട്ട് ആകർഷിക്കപ്പെടുന്നത്. ഇൻ ഫ്രീ ഫോൾ ഓൺലി എർത്ത് ഗ്രാവിറ്റി ആക്ട്സ് ഓൺ ദി ഒബ്ജക്റ്റ് അല്ലെ. ഫ്രീ ഫോളിൽ എർത്ത് ഗ്രാവിറ്റിയാണ് എന്താണ് ഒബ്ജക്ട്സിൽ അപ്ലൈ ചെയ്യുന്നത്. ഇനി വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വെയിറ്റ്ലെസ്നെസ്. ഒരു ഫ്രീലി ഫാളിംഗ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് വെയിറ്റ്ലെസ്നെസ് ആണ് അനുഭവപ്പെടുന്നത്. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ വെയിറ്റ് ഇല്ലാത്ത രീതിയിൽ അനുഭവപ്പെടുന്നത്? എന്തുകൊണ്ടാണ്? ബിക്കോസ് ദി ഹോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ആക്സിലറേഷൻ. അതായത് അവിടെയുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആ ഒരു ഫ്രീ ഫാളിങ്ങിന് എന്ത് വേണം മക്കളെ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് കാരണം എന്ന് പഠിച്ചു. അപ്പൊ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം ആ ഫ്രീ ഫാളിംഗ് ഒബ്ജക്റ്റിന് എന്താണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്? യെസ്, അപ്പം അവിടെ അത് മൊത്തം എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് മുഴുവൻ എന്തായി മാറുക ചെയ്യുന്നത്? ആക്സിലറേഷൻ ആയിട്ട് മാറുക ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ ആണ്
ആസ്ട്രോനൈറ്റ്സ് ഇൻ സ്പേസ് സ്റ്റേഷൻ. എന്താണ് ആസ്ട്രോനൈറ്റ്സിന് സ്പേസ് സ്റ്റേഷനിൽ എന്ത് അനുഭവപ്പെടുന്നില്ല? അവിടെ വെയിറ്റ് അനുഭവപ്പെടുന്നില്ല, വെയിറ്റ്ലെസ്നെസ് ആണ്. അതുപോലെ തന്നെ ഫ്രീ ഫാൾ ഒബ്ജക്ട്സിനും എന്താണ് വെയിറ്റ്ലെസ്നെസ് ആണ്. അപ്പൊ ഇതൊക്കെയാണ് എക്സാമ്പിൾ മക്കളെ. അപ്പൊ നമ്മൾ വെയിറ്റ്ലെസ്നെസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്തത് സർക്കുലാർ മോഷനും സെൻട്രിപിറ്റൽ ഫോഴ്സും ആണ്. ഇതും കൂടി കഴിഞ്ഞാൽ തന്നെ ഈ ഒരു ചാപ്റ്ററിലുള്ള അത്യാവശ്യ കാര്യങ്ങളൊക്കെയായി. സെൻട്രിപിറ്റൽ ഫോഴ്സും അതുപോലെ തന്നെ സർക്കുലാർ മോഷനും. സർക്കുലാർ മോഷനിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ എന്താണ് ഒരു മോഷൻ അലോങ് എ സർക്കുലാർ പാത്ത് ഈസ് കോൾഡ് സർക്കുലാർ മോഷൻ. എന്താണ് ഒരു വസ്തു മൂവ് ചെയ്യുന്നത് സർക്കുലാർ പാത്തിലാണെങ്കിൽ അതിന് എന്ത് പറയും? സർക്കുലാർ മോഷൻ. അപ്പൊ അതിന് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. നമുക്കറിയാം മൂൺ റിവോൾവിങ് അറൌണ്ട് എർത്ത്, പിന്നെ നമ്മളൊരു സ്ട്രിങ്ങിൽ സ്റ്റോൺ ടൈഡ് ചെയ്തിട്ട് അത് വേൾഡ് ചെയ്യുന്നത്, പിന്നെ പ്ലാനറ്റ്സ് റിവോൾവ് ചെയ്യുന്നത് സണ്ണിന് അറൌണ്ട് ആയിട്ട്, പിന്നെ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത് ന്യൂക്ലിയസിന് അറൌണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ എന്താണ് സർക്കുലാർ മോഷൻ എക്സാമ്പിൾ ആണ് മക്കളെ. പിന്നെ അടുത്തതാണ് സെൻട്രിപിറ്റൽ ഫോഴ്സ്. സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ് എന്തുമായി ബന്ധപ്പെട്ടതാണ് മക്കളെ? ഫോഴ്സ് റിക്വയർഡ് ഫോർ സർക്കുലർ മോഷൻ. അതാണ് സർക്കുലാർ മോഷനിൽ നമ്മൾ ഒരുപാട് എക്സാമ്പിൾസ് പറഞ്ഞു. ആ എക്സാമ്പിൾസ് പറഞ്ഞ് ഏതെങ്കിലും ഒരു സന്ദർഭം എടുക്കുക. ഇപ്പം ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താണ് സണ്ണിന് ചുറ്റും പ്ലാനറ്റ്സ് മൂവ് ചെയ്യുന്നത് സർക്കുലർ മോഷനിലാണ്. അപ്പം അതിനെന്ത് വേണം? ഒരു ഫോഴ്സ് ആവശ്യമുണ്ട്. ആ ഫോഴ്സിന് പറയുന്ന പേരാണ് സെൻട്രിപിറ്റൽ ഫോഴ്സ്. എന്താണ് സെൻട്രിപിറ്റൽ ഫോഴ്സ്? അപ്പൊ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ് ഇറ്റ് ആക്ട്സ് ടുവേർഡ്സ് ദി സെന്റർ ഓഫ് ദി സർക്കുലർ പാത്ത്. ഇത് എന്താണ് മക്കളെ? സെൻട്രിപിറ്റൽ ഫോഴ്സ് എങ്ങോട്ടേക്കാണ് ആക്ട് ചെയ്യുന്നത്? അതിന്റെ സെന്ററിലോട്ടാണ്. ആ ഒരു നമ്മളിപ്പോ സ്ട്രിങ്ങിൽ എന്താണ് ഒരു കല്ലെടുത്ത് കറക്കുവാണെങ്കിൽ, ഒരു നൂലിലൊരു കല്ല് കെട്ടി കറക്കുവാണെങ്കിൽ അതിന്റെ ഫോഴ്സ് എങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുന്നത്? ശരിക്കും ആ ഒരു നമ്മൾ കയറ് പിടിച്ചിട്ടുള്ള ആ ഒരു സെന്ററിലാണ്. അപ്പം അതാണ് അതിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം പിന്നെ അതുപോലെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് അറിയാലോ മക്കളെ. ഇതൊക്കെ ഈ ഒരു പ്രിൻസിപ്പിൾസ് ഒക്കെ ഫോളോ ചെയ്തിട്ടാണ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഒക്കെ മൂവ് ചെയ്യുന്നത്. അപ്പം ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എന്താണ്? എർത്തിന് ചുറ്റും മൂവ് ചെയ്യുന്നത് സർക്കുലാർ അല്ലെങ്കിൽ കർവ്ഡ് പാത്തിലാണ്. ഓക്കെ. കാരണം ഇത് ഇവിടെ എങ്ങനെയാണ് അപ്പം ഈ ഒരു ഫോഴ്സ് കിട്ടുന്നത്? ഈ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിന് അപ്പം നമ്മളുടെ എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ഇവിടെ എന്ത് കിട്ടുന്നത് മക്കളെ? ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിന് സെൻട്രിപിറ്റൽ ഫോഴ്സ് ആയിട്ട് കിട്ടുന്നത്. പിന്നെ ബ്ലാക്ക് ഹോൾ അറിയാലോ മക്കളെ. എക്സ്ട്രീംലി സ്ട്രോങ് ഗ്രാവിറ്റി ഉള്ള, ഭയങ്കര ഗ്രാവിറ്റി കൂടിയിട്ടുള്ള ഒബ്ജക്ട്സ് ആണ് ബ്ലാക്ക് ഹോൾസ് എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഇതൊന്നും അങ്ങനെ ചോദിക്കാറില്ല പൊതുവെ. നിങ്ങൾ വലിയ വലിയ ക്ലാസ്സുകളിലാ പഠിക്കുക. ഓക്കെ. നമ്മളിപ്പോൾ പറയുന്ന കാരണം നിങ്ങൾ കുറെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാകും ബ്ലാക്ക് ഹോളിന്റെ ഉള്ളിൽ പെട്ടാൽ ലൈറ്റിന് പോലും എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അപ്പൊ നമുക്കിനി ഇതൊന്ന് കൺക്ലൂഡ് ചെയ്യാം. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് എന്തൊക്കെയാണ് ഗ്രാവിറ്റേഷനിലുള്ള ഈ ഒരു ചാപ്റ്ററിലുള്ള ഇമ്പോർട്ടന്റ് ഇക്വേഷൻസ്? ആദ്യത്തെ ഇക്വേഷൻ തന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. F=G × m1 m2 / d². ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ ഇവിടെ പറയുന്നത് F=ma. വെയിറ്റ് കണ്ടുപിടിക്കാൻ എന്താ വേണ്ടത്? W=mg. മറന്നു പോകരുത്. വെയിറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാല് ജസ്റ്റ് മാസ് മാത്രം എടുത്ത് എഴുതിയത്, രണ്ടും ഒന്നല്ലാന്ന് മനസ്സിലായതാണ്. അപ്പം ജിയും കൂടി വന്നാലാണ് അത് വെയിറ്റ് ആവുന്നത്. പിന്നെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G=gm / r². 1 കിലോഗ്രാം വെയിറ്റ് എത്രയാണ്? 9.8 ന്യൂട്ടൺ. അപ്പം ഇതാണ് മക്കളെ നമ്മൾ ഇത്ര സമയം പറഞ്ഞ കാര്യങ്ങൾ. പിന്നെ ജസ്റ്റ് നമ്മൾ 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുവാണെങ്കിൽ ഇതുപോലെയുള്ളതൊക്കെ. എർത്ത് അട്രാക്ട്സ് ഒബ്ജക്ട്സ് ടുവേർഡ്സ് ഇറ്റ്സ് സെന്റർ. എല്ലാ വസ്തുക്കളെ ആകർഷിക്കുന്നു. പിന്നെന്താണ്? ഗ്രാവിറ്റി കൂടുന്നത് മാസിനനുസരിച്ചിട്ടാണ്. മാസ് കൂടുമ്പോൾ ഗ്രാവിറ്റി കൂടും, ഡിസ്റ്റൻസ് കൂടുമ്പോൾ ഗ്രാവിറ്റി കുറയും. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളിപ്പോൾ പഠിച്ചത്. പിന്നെ വാല്യൂ ഓഫ് ജി എന്ന് പറയുന്നത് എല്ലാടിക്കും ഒരുപോലെയാണ്. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. പിന്നെ ജി ഓൺ എർത്ത് എന്ന് പറയുന്നത് മക്കളെ? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ എർത്ത് എന്ന് പറയുന്നത് 9.8 m/s² ആണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ മൂൺ എന്ന് പറയുന്നത് 1/6 ആണ്. അതിന്റെ എർത്തിന്റെ 1/6, അതായത് 1.62 m/s² ആണ്. അതുപോലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് മാക്സിമം എവിടെയാണെന്ന് നമ്മൾ പഠിച്ചത്? പോളിലാണ്. ഏറ്റവും കുറവ് എവിടെയാണ്? ഇക്വേറ്ററിലാണ്. സെന്ററിൽ G0 ആണെന്നുള്ളത്. പിന്നെ മാസ് കോൺസ്റ്റന്റ് ആണ് എല്ലായിടത്തും. പക്ഷെ വെയിറ്റ് ചേഞ്ച് ചെയ്യും, കാരണം G എന്ന് പറയുന്നത് ചേഞ്ച് ആവുന്നത് കൊണ്ട്. പിന്നെ ഫ്രീ ഫാളിലാവുന്ന സമയത്ത് വെയിറ്റ്ലെസ്നെസ് സംഭവിക്കുന്നു. വെയിറ്റ്ലെസ്നെസ്
ആണ് ഉണ്ടാവുന്നത്. അതിന് എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ പഠിച്ചു. പിന്നെന്താണ് മക്കളെ, സാറ്റലൈറ്റ് ഒക്കെ കറങ്ങുന്നതിന് കാരണമായിട്ടുള്ള സെൻട്രിപിറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? എർത്തിന്റെ ഗ്രാവിറ്റിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ പഠിക്കാനുള്ളത്. പിന്നെ പ്രോബ്ലത്തിന്റെ ഷോർട്ട് കട്ടും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെയുണ്ട്. ഇതൊക്കെ എന്താണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസേ വരും, ഇതിൻ്റെ അപ്പുറത്തേക്കൊന്നും വരില്ല. പക്ഷെ അത് മനസ്സിലാക്കാൻ പറ്റണമെന്ന് മാത്രമേ ഉള്ളൂ. ഇന്നതാണ് ചോദിച്ചത്. ഓക്കെ, വെയിറ്റ് ആണെങ്കിൽ W=mg ആണ്. പിന്നെ എർത്തിന്റെയും മൂണിന്റെയും വെയിറ്റ് കമ്പയർ ചെയ്യാൻ വന്നാൽ മാസ് സെയിം ആയിരിക്കും. പക്ഷെ വെയിറ്റ് ഓൺ മൂൺ എന്ന് പറയുന്നത് 1/6 ഓഫ് എർത്തിന്റെ വെയിറ്റ് ആയിരിക്കും. അത് മറന്നു പോകരുത്, 1/6 ഓഫ് എർത്തിന്റെ വെയിറ്റ് ആയിരിക്കും എന്നുള്ളത്. പിന്നെ ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുമ്പോൾ ഗ്രാവിറ്റേഷനിൽ എന്ത് പറ്റുന്നു, മാസ് ചേഞ്ച് ചെയ്യുമ്പോൾ ഗ്രാവിറ്റേഷനിൽ എന്ത് പറ്റുന്നു എന്നൊക്കെ ഉള്ളത്. ഡിസ്റ്റൻസ് ഡബിൾ ആക്കിയാൽ എന്താണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് 1/4 ആവും. ഡിസ്റ്റൻസ് പകുതിയാക്കി കഴിഞ്ഞാൽ എന്താണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് 4 ടൈംസ് ആയി മാറും. അപ്പോൾ അതൊന്നും എന്താണ് പഠിച്ചു വെക്കുക, ആ ഒരു കണക്ഷൻ ആക്കി പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ മാസ്, നമുക്കറിയാം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഡിസ്റ്റൻസിനെയും മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. F=m1m2/d² ആണ്. അപ്പോൾ മാസ് ഡബിൾ ആയി കഴിഞ്ഞാൽ ഫോഴ്സും ഡബിൾ ആവും. മാസ് ബോത്ത് മാസും ഡബിൾ ആയി കഴിഞ്ഞാൽ ഫോഴ്സ് ബിക്കം 4 ടൈംസ്. അങ്ങനെ ഓരോന്നാണ് വരിക. പിന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിലുള്ള ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണ് നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടി പറ്റട്ടെ. ഓക്കെ മക്കളെ, ഈ സൂപ്പർ റിവിഷൻ ചാർട്ടിലെല്ലാം ഉണ്ട്. ഗ്രാവിറ്റി എന്താണ്, ഗ്രാവിറ്റിന്റെ എക്സാമ്പിൾ, യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ഇക്വേഷൻ, പിന്നെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ, അതിന്റെ 2 വാല്യൂ എർത്തിലും അതുപോലെ എന്താണ് എർത്തിലുള്ള വാല്യൂ, ജിയുടെ വാല്യൂ, പിന്നെ എന്തൊക്കെയാണ് പോളിൽ ഇക്വേറ്ററിലൊക്കെയുള്ള ഡിഫറൻസ്. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ളത് മാത്രം പഠിച്ചാൽ മതി. ഇവിടെ എന്തെങ്കിലും അധികം ഉണ്ടെങ്കിൽ അത് പഠിക്കണം എന്നില്ല, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള മാത്രം പോയിന്റ്സ് ആണ്. പിന്നെ മാസ് എന്താണ്, വെയിറ്റ് എന്താണ്, ജിന്റെ വാല്യൂ എർത്തിൽ എന്താണ്, മൂണിൽ എന്താണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കൺക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് വായിച്ചു നോക്കാം. ഓക്കെ, അപ്പം നന്നായി പഠിക്കുക, എക്സാമിന് വേണ്ടി തയ്യാറാവുക. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ നോട്ട്സ് പ്രോബ്ലംസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. അതിനനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ നോട്ട്സും കാര്യങ്ങളും തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.